ഇന്ന് നമുക്ക് സുന്ദരിമാരെ പരിചയപ്പെടാം. മറ്റാരുമല്ല, ആവിയിൽ കുളിച്ചു കയറാൻ നമ്മുടെ സ്വന്തം കൊഴുക്കട്ട തന്നെ. കൊഴുക്കട്ട ഈ രൂപത്തിലും ഭാവത്തിലുമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓണം എത്തുന്നതിന് മുമ്പ് ഓണക്കോടി കൊടുത്ത കൊഴുക്കട്ടയെ നമുക്കൊന്ന് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 1/2 കപ്പ് ബസ്മതി റൈസാണ് വേണ്ടത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തപ്പോഴേക്കും നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലൊരു തിള വരുമ്പോഴേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതേ കണ്ടില്ലേ, ഇതാണ് കേട്ടോ പരുവം. നമുക്ക് പെട്ടെന്ന് വേവുന്നത് അല്പം നീളം കൂടിയതുമായ റൈസാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. അത് മാറ്റി വെച്ച ശേഷം കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വറുത്ത 1/2 കപ്പ് അരിമാവാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സമയം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ള വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വെള്ളം ആയതുകൊണ്ട് ഇതിലേക്ക് ഒഴിക്കാനുള്ള സൗകര്യത്തിന് ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മാവിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കൈ വെച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂ പൊടിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയോ ബദാമോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ അതൊന്നും ചേർക്കുന്നില്ല, കാഷ്യൂ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 1 കപ്പ് തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. 2-3 മിനിറ്റ്, അതായത് തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് മാറി വരുന്നവരെ തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ പൊടിയാക്കി ശർക്കരയാണ് കേട്ടോ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഒത്തിരി നേരം ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം കൂടി ഇതിനെ കണ്ടില്ലേ, നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവിൽ നിന്ന് നമുക്ക് 6 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാവിൽ ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ ചെറുതായ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ബോൾസ് എടുത്ത് കൈവച്ച് ഇതുപോലൊന്ന് പരത്തി കൊടുത്ത ശേഷം പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഫില്ലിങ് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. പാത്രത്തിനകത്ത് വെച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്ത് നമുക്കിത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ പുറത്ത് എടുത്തതിന് ശേഷം മാത്രമേ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മാവ് പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് നന്നായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 6 എണ്ണത്തിൽ ഇതേ ഫില്ലിങ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ റൈസ്, ഈ 6 ബോൾസ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഓരോന്നായി എടുത്ത് റൈസ് ബോളിൻ്റെ എല്ലാ ഭാഗത്തും കവറായി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ 6 എണ്ണം ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം. വാഴയില കൂടി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ പണി കഴിഞ്ഞു. ഇനി 6 പേര് ആവിയിലൊന്ന് നീരാടി വരുന്ന സമയം മാത്രം. നമ്മളെ സുന്ദരികളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫില്ലിങ്ങിന് ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് കാണാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.